ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ അപർണ. അപ്പോൾ ഇന്ന് നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. 8 സ്ത്രീകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾക്ക് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു അസുഖമായിട്ട് മാറിയിട്ടുണ്ട് PCOD അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അഥവാ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ വളരെ കോമൺ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മളിൽ പലർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാവും. ഇപ്പോഴും അത് സഫർ ചെയ്തുകൊണ്ടുണ്ടായിരിക്കുന്നുണ്ടാവാം, മരുന്ന് കഴിക്കുന്നുണ്ടാവാം, പീരീഡ്സ് ഇറഗുലാരിറ്റി ഉണ്ടാവാം. ഫിസിക്കൽ ഫീച്ചേഴ്സിൽ തന്നെ ഒരുപാട് ഡിഫറൻസ് വരുന്ന ഒരു അസുഖമാണ് അല്ലേ. സ്ത്രീകളെ സംബന്ധിച്ച് അവർ എക്സ്റ്റേണലി നമ്മളെ കാണാനിരിക്കുന്ന കാര്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ഞാനെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഡിസീസിൻ്റെ പേരൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം എന്നാക്കിയിട്ടുണ്ട്. അതാണ് പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം. അപ്പോൾ ഇതിൻ്റെ ടേംസ് വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. PMOS എന്നാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ എന്തിനാണ് സാധാരണ ആളുകൾ മനസ്സിലാക്കേണ്ടത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ വെച്ചാൽ മെറ്റബോളിക് എന്ന് പറഞ്ഞ വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സംതിങ് വിച്ച് ഇസ് ഹാമ്പറിങ് അവർ മെറ്റബോളിസം എന്ന് നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ സാധാരണ നമ്മളെ മെറ്റബോളിക് ഡിസീസ് എന്ന് വെച്ചാൽ എന്താ എന്ന് ചിന്തിക്കുമ്പോൾ ഈ മെറ്റബോളിസം എന്താണ് എന്ന് പറയേണ്ടി വരും അല്ലേ. അപ്പോൾ നിങ്ങൾ വളരെ കോമൺ ആയിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച സയൻസ് സ്റ്റുഡൻസ് ഒക്കെ കേട്ടുള്ളൊരു ടേമായിരിക്കും മെറ്റബോളിസം എന്നുള്ളത്. അപ്പോൾ ഇതിലെന്തോ ഒരു ഡിസോർഡർ വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ മെറ്റബോളിസം എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് ഞാനൊന്ന് ഇവിടെ പറയാം. ഇപ്പോൾ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരം അതാണല്ലോ നമ്മുടെ ശരീരമായിട്ട് മാറുന്നത് അല്ലേ. അപ്പോൾ ഈ കഴിക്കുന്ന ആഹാരം നമ്മുടെ ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ കഴിക്കുന്ന ആഹാരങ്ങളെ വിഘടിച്ചിട്ട് ഒരുപാട് രാസപ്രവർത്തനങ്ങൾ, കെമിക്കൽ പ്രോസസ്സസ് ഇതിൻ്റെ ഉള്ളിൽ നടക്കും അല്ലേ. എന്നിട്ടാണ് നമ്മുടെ ശരീരം ബിൽഡപ്പ് ആവുന്നത്. അപ്പോൾ ഈ എൻ്റയർ പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം, മെറ്റബോളിസം എന്ന് പറയാൻ പറ്റും. 2 തരത്തിലാണ് ഈ പ്രക്രിയ നടക്കുന്നത്. കാറ്റബോളിസം, ആനബോളിസം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ വിഘടിച്ചിട്ട് അത് ഊർജ്ജമാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സ്. പിന്നീട് ഈ ഊർജ്ജം ഉപയോഗിച്ചിട്ട് എന്താണ് പുതിയ കോശങ്ങളെ ഉണ്ടാക്കുന്നതും ആ കോശങ്ങളുടെ റിപ്പയറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രക്രിയ. അങ്ങനെ 2 പ്രക്രിയകളിലായിട്ടാണ് ഈ മെറ്റബോളിസം നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമ്മൾ കഴിക്കുന്ന ആഹാരം. ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ അസുഖം, അയ്യോ എനിക്കെന്താണ് ഇങ്ങനെ ഒരു അസുഖം വരാൻ കാരണം എന്നൊന്നും ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെയാണ് ഓൾമോസ്റ്റ് കാരണം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അതിൽ നമ്മുടെ ആഹാരവിഹാരങ്ങൾ തെറ്റായിട്ട് വളരെ നാളുകളായിട്ട് നമ്മൾ റോങ് ആയിട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഇതിപ്പോൾ ഇന്നൊരു തെറ്റായ കാര്യം ചെയ്തുകൊണ്ട് നാളെ ഡിസീസ് ഉണ്ടാവും എന്നുള്ളതല്ല പറയണത്. കുറേ നാളുകളായിട്ട് അഹിതമായിട്ടുള്ള ആഹാരവിഹാരങ്ങൾ നമ്മൾ കഴിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ